ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്ന് പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള ഒരു ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു റെഡിമെയ്ഡ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മുറിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 2.5 മീറ്റർ ആണ് നമുക്ക് ഈ അളവിന് വേണ്ടത്. ഇനി നമ്മളുടെ ലെങ്ത് അനുസരിച്ച് മെഷറിൽ മാറ്റങ്ങൾ വരുത്തിക്കോണേ. അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് നമ്മൾ 2 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല, അതുകൊണ്ടാണ് 2 മീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് ആണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ വശത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ്ങിന് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ 44ആണ് നമ്മളുടെ മെയിൻ ക്ലോത്തിന് വേണ്ടത്. അതിൽ നിന്ന് കുറച്ച് നമ്മളൊരു 40 ഇഞ്ചാണ് നമ്മളുടെ ലൈനിങ് ക്ലോത്തിന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡർ ലെങ്ത് ആണ് നമ്മൾ 7 ഇഞ്ചാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതിയാണ് 7 ഇഞ്ച് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ താഴേക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ആം ഹോൾ ഒരു 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് ഷോൾഡറിന് എത്രയാണോ കിട്ടിയത് അത് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. പക്ഷേ നമ്മളിവിടെ പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് 1 ഇഞ്ച് കൂടെ കൂട്ടി 8 ഇഞ്ച് ആം ഹോളിന് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ ടോട്ടൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു 2 ഇഞ്ചാണ് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നത്. അതായത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് നമ്മളൊരു 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൊടുത്താൽ മതി. നമ്മളൊരു 1/2 ഇഞ്ച് കൂടെ കൊടുത്ത് 2 ഇഞ്ച് ആക്കുന്നത്. ഇനി നമ്മൾ ആം ഹോൾ കർവ് 1 ഇഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് ആം ഹോളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഈ കർവിലൂടെ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേസ്റ്റ് പോയിൻ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മളൊരു 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിൻ്റെ അളവെടുക്കുക. എന്നിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തന്നെയാണ് ഇവിടെ സീം അലവൻസ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഹിപ്പ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മളൊരു 19 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സീം അലവൻസ് 1 ഇഞ്ചേ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത്. പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 1 ഇഞ്ചേ സീം അലവൻസ് ഹിപ്പിൻ്റെ ഭാഗത്തിടത്തുള്ളേ. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബോട്ടം ഭാഗത്തെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു 13 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ 4 ഇഞ്ചൊക്കെ കൂട്ടിയിട്ടങ്ങ് ബോട്ടം ഭാഗം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്താൽ മതിയേ. അതിനുശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെയാണ് സീം അലവൻസിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3 ഇഞ്ചോ 3.5 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. നമ്മളിപ്പോൾ ഒരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു 3 ഇഞ്ചാണ് നമ്മൾ ബാക്ക് നെക്കിന് എടുത്തിരിക്കുന്നത് ലെങ്ത്. അതുപോലെ തന്നെ നമ്മളൊരു റൗണ്ട് ഷേപ്പാണ് ഇതുപോലെ വരച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. അതും നമ്മളൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെറിയ കർവോട് കൂടി നമ്മളൊരു റൗണ്ട് നെക്കിന് ഒരല്പം കർവ് വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ 1/2 ഇഞ്ച് കർവ് വരുന്നിടത്തോട്ട് ഒരു സ്ലാൻ ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് ബാക്ക് നെക്ക് നമ്മൾ ഒരുപോലെയാണ് ഫ്രണ്ട് നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഒരുപോലെ കട്ട് ചെയ്യുന്ന ആ കർവ് വരച്ചതും കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്കിൻ്റെ പീസ് ഇതുപോലെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ട് നെക്ക് നമ്മൾ ആ കർവ് ചെറുതായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ട് നെക്ക് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു 5.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ 4 ഇഞ്ചാണ് ഇങ്ങനെ നമ്മൾ ബോട്ടം ഭാഗം വരെ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഒരു വണ്ണം കുറഞ്ഞവർ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നമ്മളുടെ ഈ 36 ഇഞ്ച് ചെസ്റ്റിനെക്കാട്ടിലും കൂടുതലുള്ളവർ
ഒരു 4.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ കർവ് നമ്മൾ വരച്ച് കൊടുത്ത് ബാക്കി താഴേക്ക് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഈ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ആ കർവ് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 3 പീസായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ പ്രിൻസസ് കട്ടായിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ 3 പീസായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നേ ഇല്ല, ഫ്രണ്ട് പോർഷൻ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മളുടെ മെയിൻ ഫാബ്രിക്കും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ് ക്ലോത്തുമായിട്ട് ഇങ്ങനെ നമ്മൾ പിൻ കുത്തി അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ പിൻ കുത്തിയ ഭാഗങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 പീസായിട്ടാണ് ഫ്രണ്ട് പോർഷൻ ലഭിച്ചത്. അതെല്ലാ പീസയിലും നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഇതുപോലെ ഒറ്റ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈനിങ് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലെങ്ത് മാത്രം നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പോർഷൻ്റെ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസ് ഇതുപോലെ നമ്മൾ പിൻ കുത്തി അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ല ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഒരു ഫേസ്ബുക്കും ഉണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നെക്ക് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ത്രെഡിൽ കട്ട് ചെയ്യാതെ ഈ ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് നെക്ക് തിരിച്ചിടുമ്പോൾ നല്ല നമുക്ക് എന്താണോ നെക്കിന് നമ്മൾ ഉദ്ദേശിച്ച അതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഈ പിന്നെല്ലാം ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്ന പിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഭാഗം അകത്തേക്ക് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ലൈനിങ് ക്ലോത്തിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ആ ലൈനിങ്ങെ നന്നായിട്ട് പിടിച്ച് വലിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് ലൈനിങ്ങിലൂടെയാണ് നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടു. ഇനി നമ്മളൊന്ന് അയൺ ചെയ്ത് ഇങ്ങനെ നല്ല നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ചെയ്ത് ഇതിൻ്റെ സൈഡെല്ലാം ഒന്നുകൂടെ പിൻ കുത്തി കൊടുക്കണം നല്ല ക്ലിയർ ആയിട്ട്. നമ്മൾ ഈ സൈഡിലത്തെ പീസിലൊക്കെ ആദ്യമേ തന്നെ റോങ് സൈഡിലേക്ക് നമ്മളുടെ ലൈനിങ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മിഡിൽ പോർഷനിൽ മാത്രമേ ഉള്ളൂ നല്ല വശത്ത് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് എടുത്ത് വരുമ്പോഴാണ് നമുക്കത് പ്രിൻസസ് കട്ടായിട്ട് മാറുന്നത്. അതിന് മുന്നായിട്ട് ഇനി നമ്മൾ അവിടെ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 2 ഇഞ്ചിൻ്റെ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ കോണോട് കോൺ ഇങ്ങനെ മടക്കുന്നു. വീണ്ടും ഒന്നുകൂടി നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഡിസൈൻ നമുക്ക് മേക്ക് ചെയ്ത് കിട്ടുവേ. നമ്മളൊരു എത്ര ഇഞ്ചിൻ്റെ വേണേലും നമുക്ക് സ്ക്വയർ എടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്കിപ്പോൾ എല്ലാ പീസസും ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ആ മിഡിൽ പോർഷൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് 1 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബോട്ടം വരെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ പീസസിനെ നമ്മൾ ആ മേക്ക് ചെയ്ത ഫ്ലവറിനെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഒരു പീസ് നമ്മൾ നല്ല വശമാണ് വെച്ചെങ്കിൽ അടുത്ത പീസിനെ നമ്മളിങ്ങനെ കമത്തിയാണ് വെക്കേണ്ടത്. ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ നല്ല വശവും റോങ് സൈഡും വരുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ആദ്യമേ നല്ല വശമാണ് വെക്കുന്നെങ്കിൽ അടുത്ത പീസ് അതിൻ്റെ കമത്തി വെക്കുക. അങ്ങനെ നമ്മൾ ബോട്ടം വരെയും ഇതുപോലെ നമ്മൾ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ബോട്ടം വരെയും ഇതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ തിരിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബീഡ്സ് ഇതുപോലെ ഒന്നിട വിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ അപ്പുറയോട്ടും ഇപ്പുറയോട്ടും ഇങ്ങനെ ആക്കി നമ്മൾ താഴം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നല്ല വശം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ സൈഡിൽ നമ്മളിങ്ങനെ ഫ്ലവർ പോലെ വെച്ച് കൊടുത്തെങ്കിൽ ഇവിടെ നമ്മൾക്കൊരു ലേസ് വെച്ച് കൊടുക്കാവേ. അത് നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ ഫ്ലവർ പോലെ മേക്ക് ചെയ്തെടുത്തു, അടുത്ത സൈഡിൽ നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കിവിടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമ്മൾ ഇത് കണ്ടോ, ഇത്രയും ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ലൈനിങ്ങുമായിട്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെയും ആം ഹോളിൻ്റെ ഭാഗം മാത്രം നമ്മൾ ലൈനിങ് പീസിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഇത്രയും ഭാഗം മാത്രം നമ്മൾ ഇങ്ങനെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഇത്രയും ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്ക് സൈഡിൻ്റെ പീസും നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ എടുത്തതിന് ശേഷം ആ നല്ല വശങ്ങൾ സ്റ്റിച്ചിങ് പോയിൻ്റ് ഒരുപോലെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡ് വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. അപ്പം നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാൻ സാധിക്കുമേ. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ, രണ്ട് ഷോൾഡറുമേ. ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് തയ്യൽ തുമ്പൊന്നും നീണ്ടു നിൽക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ ലഭിക്കുമേ. അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ സ്ലീവിലും ഡിസൈൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നാലായിട്ട് നമ്മൾ രണ്ട് പീസിനെ നാലായിട്ട് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വയ്ക്കുന്നു. നമുക്ക് ടോട്ടൽ ഒരു 11 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ടോപ്പിൽ നിന്നൊരു 3.5 ഇഞ്ച് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുത്താൽ മതി സ്ലീവിന്. അതിനുശേഷം ആ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കുന്നു. ഇനി ഈ ഭാഗത്ത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ലെങ്ത് നോക്കാം. നമുക്കിപ്പം 17 ഇഞ്ചാണ് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എടുക്കുക. എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് പീസായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിക്കും. നമ്മൾ നമ്മളുടെ ടോപ്പിൽ വെച്ചിരിക്കുന്ന അതേ ഡിസൈൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷന്. എന്നിട്ട് ഈ ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മളുടെ നെക്ക് ഇതുപോലെ ആ ചെറിയൊരു കുനിപ്പോട് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനെ തമ്മിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് ഇവിടെയും നമ്മളൊരു 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1/4 ഇഞ്ച് തൊട്ട് 1/2 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് ഈ സ്ലീവേലും ഈ ആം ഹോളിൻ്റെ ഭാഗത്തും കട്ട് ചെയ്യാവേ. നമ്മളിപ്പോൾ ഒരു 1/4 ഇഞ്ചേ കൊടുത്തുള്ളൂ, 1/2 ഇഞ്ച് വരെ കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ നിവർത്തുന്നു. ഇനി നമ്മൾ സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ഇങ്ങനെ നല്ല വശം, അതായത് നല്ല വശം എടുത്ത് ഇവിടേക്ക് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ കട്ട് ചെയ്ത ഫ്രണ്ട് പോർഷൻ ഒരേപോലെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്ലീവ് ടോപ്പിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടം വരെ നമ്മൾ സ്ലിറ്റ് ഇടേണ്ട ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് വശത്തും സ്ലിറ്റും നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലേസിൻ്റെ നമ്മൾ ഈ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസൈൻ നമ്മൾ സ്ലീവിൽ ഇങ്ങനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.